പത്തനംതിട്ട ഇലന്തൂരിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ചെന്നിറക്കര പഞ്ചായത്തിൽ വീടിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി. വീട്ടിൽ അപകട സമയത്തുണ്ടായിരുന്ന 1 മാസം പ്രായമുള്ള കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. AB ജയശങ്കറുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, വിവരങ്ങൾ. അതായത് ഉന്മേഷ, കനത്ത മഴയിലും കാറ്റിലും പത്തനംതിട്ട ജില്ലയിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട ചെന്നീർക്കര പഞ്ചായത്തിൽ നാരായണിയുടെ വീടിൻ്റെ മേൽക്കൂര കനത്ത കാറ്റിൽ പറന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഈ സമയത്ത്, ഈ മേൽക്കൂര പോയ സമയത്ത് ഒരു കുഞ്ഞ്, 2 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ഈ വീട്ടിലുണ്ടായിരുന്നു. ഈ കുഞ്ഞ് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഈ മഴയിൽ പത്തനംതിട്ട കോന്നിയിലും ഒപ്പം തന്നെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലും ഉൾപ്പെടെ വലിയ തോതിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പത്തനംതിട്ട കളക്ട്രേറ്റ് കോമ്പൗണ്ടിൽ മരം കടപുഴകി വീണു. ഇവിടെയുള്ള ഒരു ഓഫീസ് കെട്ടിടത്തിന് മുകളിലേക്കാണ് ഇത്തരത്തിൽ മരം വീഴുന്ന സാഹചര്യം ഉണ്ടായത്. കെട്ടിടത്തിലെ ഫയലുകൾ ഉൾപ്പെടെ തകർന്നു എന്നാണ് ഉദ്യോഗസ്ഥർ, നശിച്ചു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒപ്പം തന്നെ ഈ മരം വെട്ടുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ അതിനുള്ളൊരു നടപടി ഉണ്ടായില്ലെന്നും ഉദ്യോഗസ്ഥർ എന്തായാലും പറയുന്നുണ്ട്. ഈ കോന്നി ഇളകൊള്ളൂരിലും ഇത്തരത്തിൽ വീടിന് മുകളിൽ മരം വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ പത്തനംതിട്ട നിരണം പഞ്ചായത്തിൽ വീടിന് മുകളിലേക്ക് ആൽമരം വീഴുന്ന സാഹചര്യം ഉണ്ടായി. മധുവിൻ്റെ വീട്ടിലേക്കാണ് വീണത്. മധു ഒരു കിടപ്പ് രോഗിയാണ്. അങ്ങനെ ഈ മധുവിൻ്റെ ഭാര്യയ്ക്കും ചില പ്രശ്നങ്ങളുണ്ട്. അതിദരിദ്ര കുടുംബങ്ങളുടെ പട്ടികയിൽപ്പെട്ടവരാണിവർ. ഇവരെയാണ് ഇത്തരത്തിൽ ഈ അപകടം വലിയ തോതിൽ ബാധിച്ചത്. പത്തനംതിട്ട തണ്ണിത്തോടും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ വിവിധ താലൂക്കുകളിലായി ആരംഭിച്ചിട്ടുണ്ട്. നിരവധി വീടുകൾ, 19ഓളം വീടുകൾ ഭാഗികമായി ഈ കനത്ത മഴയിൽ തകർന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ മഴക്കെടുതിയിൽ വലിയ നാശനഷ്ടങ്ങളാണ് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായത്. ഇപ്പോഴും ജില്ലയുടെ മലയോര മേഖലയിലും നഗരമേഖലയിലും ഉൾപ്പെടെ വലിയ തോതിലുള്ള കാറ്റും മഴയും തുടരുന്ന ഒരു സാഹചര്യമാണ് ഉന്മേഷമുള്ളത്. പത്തനംതിട്ടയിലും മഴക്കെടുതികൾ രൂക്ഷമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു AB ജയശങ്കർ. ഇനിയും